ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് താനുണ്ടെങ്കിൽ ഇനി ലിപ് ലോക്ക് ചെയ്യും, അതിനൊന്നും ഒരു കുഴപ്പമില്ല, തനിക്കുണ്ടെങ്കിൽ അത് കംഫർട്ടാണ്, ഈ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണുസുതി പറഞ്ഞിരുന്നത്. ഇവരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഒരുപാട് ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൽബം ഇതേപോലത്തുള്ളതാണ് ഇറങ്ങുന്നത്. അത് ഇവരുടെ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഈ ആൽബം എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തുള്ള കാര്യങ്ങളിലൊക്കെയാണ് അഭിനയിക്കുന്നത്. ഇപ്പം നല്ല ആൽബങ്ങളുണ്ട്, ഇത് സെക്ഷൽ രീതിയിലല്ലാത്ത മാത്രം ഒരുപാട് നല്ല ആൽബങ്ങളുണ്ട്, അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേപോലത്തുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ റീച്ച് കയറുകയേ ചെയ്യത്തുള്ളൂ, ഭയങ്കര നെഗറ്റീവും വരും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയും ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയും കൂടാണ് ഇത് ചെയ്യുന്നത്. അതല്ലാതെ നല്ല ആൽബമൊക്കെ എടുക്കാനും പറ്റും, നല്ല കഥകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിൽ നല്ലോണം കൊറിയോഗ്രാഫി ചെയ്തിട്ട് എടുക്കാനും കഴിയും. പക്ഷേ അതൊന്നും അല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഉള്ള മിക്ക ആൽബവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഓരോരോ ന്യായീകരണം കൊണ്ടായിരിക്കും വരുന്നത്. അതല്ലാതെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള അത് ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല, നല്ല വേറെ ഏതെങ്കിലും ആൽബം ചെയ്യുക അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. താൻ അത് ചെയ്തില്ല, ഒരു കുഴപ്പമില്ല, താൻ ഇനിയും ചെയ്യുന്നുള്ള രീതിയിലാണ് ഇതേപോലത്തുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.